ഈ ജേർണലിങ്ങും സ്ക്രാപ്പ് ബുക്കിങ്ങും ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ബട്ട് ഒരു പോയിന്റിൽ ഈ സപ്ലൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റക്കായി നിൽക്കുകയാണ് നിങ്ങൾ. ആൻഡ് ഐ എം ഫൈനലി പ്ലാനിങ് ടു സ്റ്റാർട്ട് എ സീരീസ് കാൾഡ് ഹോം മെയ്ഡ് ജേർണൽ സപ്ലൈസ്. ആൻഡ് ഇതിൽ എങ്ങനെ DIY ആയിട്ട് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ജേർണലിംഗ് സപ്ലൈസ് ഉണ്ടാക്കാൻ നോക്കാം. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ദി സീരീസ് ആൻഡ് ലെറ്റ്സ് മേക്ക് സം പാറ്റേൺ പേപ്പേഴ്സ്. പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു A4 ഷീറ്റ് 4 ആയി കട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പാറ്റേൺസ് വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സിമ്പിളായിട്ട് ക്യൂട്ടായിട്ടുള്ള പാറ്റേൺസ് നമുക്ക് വരച്ചു കൊടുക്കാം. ഫസ്റ്റ് പാറ്റേൺ ഞാൻ വരയ്ക്കുന്നത് ഒരു ക്യൂട്ട് ലിറ്റിൽ ഫ്ലവേഴ്സ് ആണ്. അതിൻ്റെ ഗ്യാപ്പിലൂടെ ഞാനൊരു യെല്ലോ കളർ വെച്ചിട്ട് ഒരു സ്പ്രിംഗ് ടൈപ്പ് ഓഫ് പാറ്റേണും വരച്ചു കൊടുക്കും. നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് യെല്ലോ കളേഴ്സ് വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കൊടുക്കുക. ആൻഡ് ഈ ലൈൻസ് ഒന്നും പെർഫെക്റ്റ് ആവണമെന്നില്ല. ഈ ഇംപെർഫെക്ഷൻസ് ആണ് ഇതിൻ്റെ ഒരു ഭംഗി കൊണ്ടുവരുന്നത്. ആൻഡ് ഇതിൽ ഞാൻ നെക്സ്റ്റ് ചെറിയ ചെറിയ ചെറീസ് വരച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പാറ്റേൺ പേപ്പർ ഞാനൊരു ബ്ലൂ തീമിൽ ഗ്രിഡഡ് ആക്കിയിട്ട് ചെയ്യാൻ വിചാരിച്ചു. ആൻഡ് ഗ്രിഡ് വരച്ചതിന് ശേഷം ഞാനതിൽ റെഡ് കളർ വെച്ചിട്ട് ബോസ് വരച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പാറ്റേൺ ഞാൻ ഗ്രീൻ കളർ വെച്ചിട്ട് ഒരു വേവി ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് അതിൽ നമുക്ക് ലീവ്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു മണി പ്ലാന്റ് പോലത്തെ ഒരു പാറ്റേൺ കിട്ടും. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത്. ഇനി പാറ്റേൺ പേപ്പേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ആരും ജേർണലിംഗ് ചെയ്യാതിരിക്കരുത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.